ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പച്ചമാങ്ങ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന 2 റെസിപ്പീസുമായിട്ടാണ്. ഇതിലാദ്യത്തേത് ഒരു നാടൻ ഒഴിച്ചുകറിയാണ്. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു 3-4 മിനിറ്റ് മതി, അത്രയും എളുപ്പമാണ്. അടുത്തത് പച്ചമാങ്ങ കൊണ്ടുള്ള പച്ചടിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പച്ചടി തയ്യാറാക്കാനായിട്ട് ഒരു 2 മിനിറ്റ് പോലും വേണ്ട, അത്രയ്ക്ക് എളുപ്പമാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ആദ്യത്തെ ഒഴിച്ചുകറി തയ്യാറാക്കാനായിട്ട് ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് അധികം പുളിയുള്ള മാങ്ങയല്ല. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇത് മുറിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെയാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഞാൻ ഈ കറി മൺചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് ഈ കഷ്ണങ്ങൾ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് കീറിയത് ചേർക്കുകയാണ്. കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി കുറച്ച് ഉപ്പും 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ കൈകൊണ്ട് മിക്സ് ചെയ്ത് നമുക്കിതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചാൽ കഷ്ണങ്ങളിലൊക്കെ ഉപ്പ് നന്നായിട്ട് പിടിച്ച് കിട്ടും. നല്ലൊരു ടേസ്റ്റും ആയിരിക്കും നമ്മുടെ കറിക്ക്. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഈ കറിയിൽ ചേർക്കാനുള്ള തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4-5 ടേബിൾ സ്പൂണോളം ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. 3-4 ചെറിയ ഉള്ളിയും ഒരു ചെറിയ അല്ലി വെളുത്തുള്ളിയും 2 വറ്റൽമുളകും കൂടി ചേർക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കുകയാണ്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ 2 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. പാകത്തിന് വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്തായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാനിത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരുന്ന മാങ്ങാ കഷ്ണങ്ങൾ വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. കഷ്ണങ്ങളിലൊക്കെ ഉപ്പ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. കഷ്ണങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നുണ്ട്, കണ്ടില്ലേ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. ഈ കഷ്ണങ്ങൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമ്മൾ വളരെ തിന്നായിട്ടാണ് ഇത് മുറിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതൊന്ന് അടച്ചു വയ്ക്കുകയാണ്. ഇടയ്ക്ക് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ കഷ്ണങ്ങൾ വല്ലാതെ അങ്ങ് വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല. ഇതുപോലെ സോഫ്റ്റായി വന്നാൽ മതി. ഇത് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. ഗ്രേവിക്ക് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ച് വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. മൺചട്ടിയിലായതുകൊണ്ട് തന്നെ ചൂടാറുമ്പോഴേക്കും ഈ കറി നന്നായിട്ട് കുറുകി വരും. അതിനനുസരിച്ച് വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. തേങ്ങയുടെ അരപ്പ് ചേർത്തതിന് ശേഷം ഇത് വല്ലാതെ അങ്ങ് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തിള വന്നാൽ മതി. അപ്പോൾ ഒന്ന് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാനിതൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതിൻ്റെ ചൂട് എല്ലാ ഭാഗത്തും ഒന്ന് എത്താൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തിടാണ് വേണ്ടത്. അതിനായിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി കഴിയാറാവുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്തൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചേർത്താൽ മതി. ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ്. മുളക് പൊടി ചേർത്തൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചമാങ്ങ ഒഴിച്ച് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ പലരും ഇതുപോലൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും. ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചോറുണ്ണാനായിട്ട് ഈ ഒരു കറി മാത്രം മതിയാകും. അത്രയ്ക്ക് ടേസ്റ്റാണ്. വറുത്തിട്ടതിന് ശേഷം ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്യുന്നില്ല. ഒരു 15 മിനിറ്റ് ഞാനിതൊന്ന് അടച്ചു വയ്ക്കുകയാണ്. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഈ കറി ഒന്നുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് മിക്സ് ചെയ്യുകയാണ്. അടിപൊളി കറിയല്ലേ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലിടണേ. ഇനി നമുക്ക് അടുത്ത റെസിപ്പി എന്താണെന്ന് നോക്കാം. അടുത്തത് പച്ചമാങ്ങ കൊണ്ടുള്ള പച്ചടിയാണ്. തീ പോലും കത്തിക്കാതെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണ്. വറുത്തിടാനായിട്ട് മാത്രം നമ്മൾ തീ കത്തിച്ചാൽ മതി. ഇതിനായിട്ട് ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. കഴുകിയതിന് ശേഷം തൊലി കളഞ്ഞ് നമുക്കിതൊന്ന് കഷ്ണങ്ങളാക്കിയെടുക്കാം. മാങ്ങയുടെ പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് മാങ്ങ കഷ്ണങ്ങൾ എടുക്കാവുന്നതാണ്. ഞാൻ ഈ മാങ്ങയുടെ പകുതി മാത്രമേ ഈ പച്ചടി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നുള്ളൂ.
ഈ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് അരച്ചെടുക്കേണ്ടതാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതാ ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂണോളം ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ വളരെ കുറച്ചല്ലേ മാങ്ങ എടുത്തിട്ടുള്ളൂ, അപ്പോൾ അതിനനുസരിച്ച് തേങ്ങ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കുകയാണ്. ഇനി വേണ്ടത് ജീരകമാണ്. ചെറിയ ജീരകം 2 നുള്ള ചേർത്താൽ മതി, ഒരുപാട് ചേർക്കരുത്. ഒരുപാട് ചേർത്താൽ ജീരകത്തിൻ്റെ ടേസ്റ്റ് കൂടുതലായി പോകും. അപ്പോൾ ഇത്രയും മതി. ഇനി എരിവിനാവശ്യമായ പച്ചമുളക് ചേർക്കാം. ഞാനിപ്പോൾ ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് മാങ്ങയുടെ കഷ്ണങ്ങളാണ്. മാങ്ങാ കഷ്ണങ്ങൾ വല്ലാതെ അങ്ങ് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. 2-3 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. മാങ്ങാ കഷ്ണങ്ങളും കൂടി ചേർത്ത് ഞാനിതൊന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ കടുകാണ്. കടുക് ചേർത്ത് നമുക്ക് 1-2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുക്കാം. കടുക് ചേർത്ത് ഒരുപാട് അങ്ങ് അരച്ചെടുക്കരുത്, വല്ലാതെ അരഞ്ഞു പോയാൽ ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ ഇതുപോലെ 2-3 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ നമുക്ക് കറക്റ്റ് പാകമായിട്ട് കിട്ടുന്നതാണ്. അതിന് ശേഷം നമുക്ക് ചേർക്കേണ്ടത് തൈരാണ്. തൈരിൻ്റെ പുളിപ്പിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇത് ഒരുപാട് പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ കട്ടയൊക്കെ ഉടച്ച തൈര് ഞാൻ ഇതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തിടാണ് വേണ്ടത്. അതിനായിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി കഴിയാറാകുമ്പോൾ 2-3 വറ്റൽമുളകൊന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുകയാണ്. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ നമ്മൾ തൈര് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് തിളപ്പിച്ചെടുക്കാൻ പാടില്ല, ഇതൊന്ന് ചൂടായി വന്നാൽ മതി. ഈ അടുപ്പിന് നല്ല ചൂടായതുകൊണ്ട് തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. മിക്സഡ് ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഇളം ചൂടായാൽ മതി കേട്ടോ, വല്ലാതെ അങ്ങ് തിളപ്പിച്ചെടുക്കരുത്. തിളപ്പിച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചമാങ്ങ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറുണ്ണാനായിട്ട് ഈ ഒരു പച്ചടി മാത്രം മതി കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. നിങ്ങളിതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വളരെ എളുപ്പമല്ലേ, 2 മിനിറ്റ് പോലും വേണ്ട ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ചോറിൻ്റെ കൂടെ വേറെ ഒഴിച്ചു കറികളൊക്കെ തയ്യാറാക്കാനായിട്ട് സമയമില്ലാത്ത ദിവസങ്ങളിലൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പച്ചടിയല്ലേ. അപ്പോൾ ഈ 2 റെസിപ്പീസും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.